എല്ലാവർക്കും ടുമോട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 502/2023. ചോദ്യം നോക്കാം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷകൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്ര? ഇവിടെ നോക്കേണ്ടത് ആദ്യ പരീക്ഷയെക്കാട്ട് എന്ത് ചെയ്തു, രണ്ടാമത്തെ പരീക്ഷയിൽ 10 മാർക്കും മൂന്നാമത്തെ പരീക്ഷ 11 മാർക്കും കൂടുതൽ ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് എക്സ് മാർക്ക് ലഭിച്ചു എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് നമ്മൾ എക്സ് മാർക്ക് ആണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടിയത് x+10 ആണ്. മൂന്നാമത്തെ പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടിയ x+11 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുക, അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് x + x+10 + x+11 ആണ്. അപ്പോൾ 3 പരീക്ഷകളുടെ ആകെ തുക നമുക്ക് ഈ 3 കൂടി കൂട്ടിയാൽ പറയാം. ഇനി ശരാശരി എന്ന് പറഞ്ഞാൽ ഈ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 പരീക്ഷയിൽ, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 3 പരീക്ഷയുടെ തുക അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ശരാശരി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ശരാശരി എത്രയാണ്? 75 ആണ്. നമ്മൾ ഇത് സോൾവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ x, അടുത്ത പരീക്ഷ x+10, അടുത്ത പരീക്ഷ x+11 കിട്ടി. അത് ഡിവൈഡ് ബൈ ശരാശരി കാണാൻ നമുക്ക് എത്ര പരീക്ഷ ഉണ്ട്? 3 പരീക്ഷ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് നമുക്ക് കിട്ടും ശരാശരി അവിടെ തന്നിട്ടുണ്ട് 75. മിനിമം 75 ആണ്. 75 കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 75 കൊടുത്തു. ഇനി നമ്മൾ ഈ 3 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ബാക്കി മുകളിലുള്ള തുക കൂട്ടണം. അപ്പോൾ മുകളിൽ കൂട്ടുമ്പോൾ നമുക്കറിയാം എക്സും 2x ആയി, പിന്നെ ഒരു എക്സും കൂടി 3x. അപ്പോൾ മുകളിൽ ഫസ്റ്റ് എന്ത് വരും? 3x വരും. പിന്നെ ഈ 10ഉം 11ഉം കൂട്ടുമ്പോൾ എത്ര? 21 വരും. അതാണ് മുകളിൽ വരിക. ഇനി 3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ 75 × 3 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ചെയ്യുമ്പോൾ 3x + 21 = 75 × 3 ചെയ്താൽ നമുക്ക് കിട്ടുക 225 ആണ്. 73 210 5 3 15 210 15 കൂട്ടിയാൽ മതി. അപ്പോൾ 220. ഇനി സൈഡിൽ ഗുണിക്കണം, അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് നമുക്ക് എക്സൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ +21 നമുക്ക് എന്ത് ചെയ്യാം? അവിടേക്ക് 220 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ പ്ലസിന് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പ്ലസ് ചിഹ്നത്തെ സംഖ്യ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കും? മൈനസ് സംഭവിക്കുന്നില്ല. അപ്പോൾ 3x അവിടെ വരും. ഈ +21 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അത് -21 എന്നായി മാറും. അപ്പോൾ നോക്കാം, 3x നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം, 3x = 225 21 പറഞ്ഞാൽ 204 നമുക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് കാണാൻ ചെയ്യണം, ഈ 204നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എത്രയാണ്? 6 തവണയാണ് പോവുക. ബാക്കി ഇവിടെ 2 ഉണ്ടാവും. ആ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും 68 എന്ന്. അപ്പോൾ x എന്ന് പറയുന്നത് എത്ര കിട്ടും? 68. ഇത് സൈഡിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. 204 3 കൊണ്ട് നമുക്ക് അരിച്ച് നോക്കിയാൽ കിട്ടും എത്രയാണ്? 68 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട്.